Hello, good morning. So in the last video we have seen what is thread. Thread is a part of program under execution. In this video I will be using an example for showing how thread works. So I have given as class 6 extends thread. So this much ഇതില്ലെങ്കിൽ നമുക്കറിയാം ബാക്കി ഒരു സാധാരണ പ്രോഗ്രാമാണ്. അപ്പോൾ ത്രെഡ് ഉപയോഗിക്കുന്ന പ്രോഗ്രാംസ് ആണെങ്കിൽ വി ഹാവ് ടു എക്സ്റ്റെൻഡ് അവർ ക്ലാസ് ഫ്രം ദി ക്ലാസ് കോൾഡ് ത്രെഡ് ക്ലാസ്. അപ്പോൾ നമുക്കറിയാം ത്രെഡ് നമ്മൾ ടി ക്യാപിറ്റലാണ്. ജാവയ്ക്കകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ക്ലാസ് എല്ലാം സ്റ്റാർട്ടിങ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. സോ എക്സ്റ്റെൻസ് കീവേഡ് ഈസ് യൂസ് ഫോർ ഡിറൈവിംഗ് എ ക്ലാസ് ഫ്രം അതർ ക്ലാസ്. So class 6 extends thread means my class 6 is derived from the class called thread class. അപ്പോൾ ഈ ത്രെഡ് ക്ലാസ് ഡീഫോൾട്ട് പാക്കേജ് ആയിട്ട് ലാങ് പാക്കേജിനകത്തുണ്ട്. The thread class is available in the default package called java.lang.star, and so there is no need to derive, there is no need to import some other package. അതുകൊണ്ടാണ് we can directly use class 6 extends thread. So we are deriving this our class 6 from the thread class. ഇത്ര മാത്രം കൊടുത്താൽ ത്രെഡ് ആവില്ല. ഞാൻ just I have started the I have shown how to use the class. Okay, അപ്പോൾ ത്രെഡ് ക്ലാസ്സിനകത്ത് ഡെറൈവ് ചെയ്യാം. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് we can create an object of thread. ഈ പ്രോഗ്രാം നമുക്ക് അറിയാവുന്നതാണ്. ഇതൊരു ഹലോ പ്രിന്റ് ചെയ്ത പ്രോഗ്രാമാണ്. ഞാൻ ത്രെഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, ത്രെഡ് T1. അപ്പോൾ ആസ് വി നോ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് int a or float b. Okay, so we are creating an object of thread ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. Now I am writing it as thread T1 equal to thread dot current thread. Okay, so current thread is a method, a function ആണ്, which returns the main thread object. Main thread അല്ല, കറന്റ് എക്സിക്യൂട്ടിംഗ് ത്രെഡിന്റെ ഒബ്ജക്റ്റ് കിട്ടുന്ന മെത്തേഡാണ് എന്ത്, കറന്റ് ത്രെഡ് മെത്തേഡ്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് എ സ്റ്റാറ്റിക് മെത്തേഡ് അവൈലബിൾ ഇൻ ദി ക്ലാസ് ത്രെഡ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് കോൾ ചെയ്തത്, ക്ലാസിന്റെ പേര് ഡോട്ട് എന്ന് വെച്ചിട്ട് മെത്തേഡിനെ കോൾ ചെയ്തത്. സോ ത്രെഡ് ഡോട്ട് കറന്റ് ത്രെഡ് മീൻസ് ഐ ആം കോളിംഗ് ദ സ്റ്റാറ്റിക് മെത്തേഡ് കറന്റ് ത്രെഡ് of the thread class, and the purpose of this method is to return the object name of the currently executing thread. Currently executing threadന്റെ thread objectന്റെ പേര് കിട്ടാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുക, thread dot current thread എന്ന method we are using. Okay, so now we understand that the currently executing thread, ഇതിനകത്ത് വേറെ thread branch ഇല്ലാത്തതുകൊണ്ട് the currently executing thread is the main thread. ത്രെഡ് ബ്രാഞ്ച് ഇല്ലാത്തതുകൊണ്ട് ദ കറന്റ്ലി എക്സിക്യൂട്ടിംഗ് ത്രെഡ് ഈസ് ദി മെയിൻ ത്രെഡ്. ആ ത്രെഡിനെ ഇപ്പോൾ ആര് പോയിന്റ് ചെയ്യുന്നുണ്ട്, T1 എന്നുള്ള ത്രെഡിന്റെ ഒബ്ജക്റ്റിനകത്ത് ഇപ്പം എന്തുണ്ട്, കറന്റ്ലി എക്സിക്യൂട്ടിംഗ് ത്രെഡിന്റെ ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ചെയ്യുന്നത് ഐ ആം ട്രൈങ് ടു മേക്ക് ദ ത്രെഡ് സ്ലീപ്പ്. T1 ഡോട്ട് സ്ലീപ്പ് എന്ന് കൊടുത്തിട്ട് 1000 എന്ന് കൊടുത്തു. It means that now I am making the main thread sleep for 1000 milliseconds. അതായത് 1 second സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, I am giving the function. After that I am running hello. Okay, again after this I am making the thread sleep again for 2 seconds. Okay, and after that I am printing one statement as hello, or you can give as hi. Okay, so
what will be the output? The thread will wait for 1 second, then it will print hello, then the thread will wait for 2 seconds, then it will print hi, then the program is stopped. Okay, we will see what happens. The program name is given as 6.java. Okay, I will first compile java c 6.java. We have error. Okay, this means that unreported exception, interrupt exception must be caught or declared to be thrown. Java insists for handling exceptions for some statements. ഇതിനകത്ത് എക്സെപ്ഷൻ വരാം എന്ന് ജാവയ്ക്ക് അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ജാവ നോസ് ദാറ്റ് സ്ലീപ്പ് ഈസ് എ മെത്തേഡ് വിച്ച് മേ കോസ് എക്സെപ്ഷൻ ആസ് ഇൻട്രപ്റ്റ് എക്സെപ്ഷൻ, ഇറ്റ് ഷുഡ് ബി ഹാൻഡിൽഡ്. അപ്പോൾ അത് കമ്പൽസറി ആണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ട്രൈ ക്യാച്ച് ഉപയോഗിച്ച് നമുക്കത് എന്ത് ചെയ്യാം, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ത്രോസ് എക്സെപ്ഷൻ എന്ന് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായത് എന്താണ് ത്രോസ് എക്സെപ്ഷൻ മീൻസ്? I know that exception may occur, but I am not bothered about handling the exception. അതാണ് ത്രോസ് എക്സെപ്ഷൻ ഉള്ളത്. I know that these statements will or can make exceptions, but I am not bothered about exceptions. അതാണ് ത്രോസ് എക്സെപ്ഷൻ ഉള്ളത്. So we can give this throws as a shortcut in order to avoid the use of try and catch. Okay, now what happened? Again, unreported exception, interrupt exception must be caught or to be declared as thrown. Okay, we will try throws exception. Okay, that was error. Again, trying to compile. Now it's okay. Now we'll see what happens. So we have compiled. Now execute java 6. Okay, 1 second. Okay, so after printing, it waited for some time. So that was the usage of this sleep. Okay, if I am not giving any sleep, you can see that the output will be shown very fast. Okay, compile, run. Okay, the output is very fast. If I am using this sleep, you can feel the difference. Okay, again compile, execute. Okay, you can see the difference. 1 second delay, 2 second delay. So that's how we make a thread sleep. Okay, now we will see a for loop for this same program. That is, I am using a variable I, int I is equal to 1, and I am using a for loop for this, for I equal to 1. Okay, for I is equal to 1, I less than 10, I plus plus. Okay, inside that I am making this thread sleep for 1 second. After that I am printing this hello, then the loop is complete. Okay, so by using this program,
we can make the thread sleep for 1 second between each printing. So I am printing this I. So between each printing there will be a gap of 1 second. Okay, we'll see what happens. Java C6.java. Okay, Java 6. Okay, now we can see the output delayed by 1 second between each print. When the loop is over, the program is stopped. Okay. Now we will see something more about this thread. I am saving this in a different name as 7.java. Okay, so I need to change this as 7. Okay. So before the main function, I need to write the different methods which are used by the thread. Okay, and inside this main function, what I am going to do now is to create threads. So for that I am giving thread T1, or we can define outside the main function as a general scope. So thread T1, okay, comma T2. So we have two threads, T1 and T2, and inside the constructor of this class, I am allocating T1 equal to new thread, and we have to give a parameter as this. This means current object. So T1 equal to new thread of this means create a branch of branch T1 for the main thread. Main thread means current thread. So create a branch, create a branch called T1 for the main thread. I have shown a figure in the first video. That is, from the main thread we can create subthreads. We can create branches. So I am creating two threads. So T1 and T2. T2 is equal to again new thread of this. So I am creating the second thread also. Now these two threads are in the which state? They are in the newborn state. These two threads are in the newborn state now. If I want to start the thread, I need to give T1 dot start. So T1 dot start can be given for starting a thread. It means that now T1 is switching its states to the runnable state. Okay, so now T1 is switching the state to runnable state. If T1 and T2 are runnable ആണ്. ഇനിയിപ്പം സംഭവിക്കും T1 T2 മാറി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ T1 റണ്ണിങ് ആകുമ്പോൾ T2 എന്താവും റണ്ണബിൾ ആവും, T2 റണ്ണിങ് ആകുമ്പോൾ T1 എന്താവും റണ്ണബിൾ ആവും. അത് രണ്ട് ത്രെഡ് ഉള്ളതുകൊണ്ട് മാറി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, now what happens is that while starting a thread, what has to be done? എന്താണ് ചെയ്യേണ്ടത്? ഈ ത്രെഡ് ചെയ്യേണ്ടത് എന്താണ്? ഈ ത്രെഡ് ചെയ്യേണ്ടത് എന്താണെന്ന കാര്യം we have to write the program എഴുതണം. അതായത് T1 dot start എന്ന് പറയുമ്പോൾ T1 സ്റ്റാർട്ടായി, T2 dot start ചെയ്യുമ്പോൾ T2 സ്റ്റാർട്ടായി. both the threads are started, and then what has to be done by each thread? അതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നുള്ളത് we have a method called run എന്നൊരു മെത്തേഡ് ഉണ്ട്. ഇത് ഒന്നേ ഉള്ളൂ, public void run. This method is common to all threads. ഈ പ്രോഗ്രാമിൻ്റെ ആണ് run എന്ന മെത്തേഡ്.
So public void run means the run function will be called by the T1 as well as T2. T1 dot start call ചെയ്യുമ്പോൾ the start method in turn calls the run method. Start ചെയ്യുമ്പോൾ actually സംഭവിക്കുന്നത് എന്താണ്? Run method execution ആണ്. അതായത് ഏത് ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും it means that that thread is started execution എന്ന് പറയുമ്പോൾ the body of the thread will be given in the method called run. Run അകത്ത് കൊടുക്കുക. അപ്പോൾ റൺ അകത്ത് നമ്മളിപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln എന്ന് കൊടുത്താൽ ഹലോ കൊടുത്താൽ T1 എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും T2 എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും, ഹലോ കൊണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, T1 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ T2 ആണെങ്കിലും ഹലോ കൊണ്ടുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് എന്താ വേണ്ടിയിട്ടുണ്ടാവുക? നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് T1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യണം, T2 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേറെ കാര്യം ചെയ്യണം. രണ്ടും വി നീഡ് മൾട്ടി ടാസ്കിങ്. സോ മൈ എയിം ഈസ് ടു ഹാവ് ടു ഡിഫറെൻറ്റ് execution paths. My aim is to have two different execution paths. രണ്ട് പാത്ത് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? T1 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുക. അതെന്താ പറയേണ്ടത്? അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിനകത്തുള്ള കണ്ടീഷൻ ഉള്ളത് എന്താണ്? T1 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇഫ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡുകൾ കിട്ടും, വി ക്യാൻ ഹാവ് യൂസിങ് ദ ത്രെഡ് ഡോട്ട് കറണ്ട് ത്രെഡ് അല്ലേ. ബൈ യൂസിങ് ദിസ് മെത്തേഡ് വിൽ ബി ഗെറ്റിംഗ് ദ നെയിം ഓഫ് ദി ത്രെഡ് വിച്ച് ഈസ് കറൻ്റ്ലി എക്സിക്യൂട്ടിങ്. ഞാൻ ആദ്യം പറഞ്ഞു T1 ആൻഡ് T2 എന്ന് രണ്ട് ത്രെഡ് സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം T1 എക്സിക്യൂട്ട് ചെയ്യും, ഒരു ടൈം കഴിയുമ്പോൾ T2 എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും T1 എക്സിക്യൂട്ട് ചെയ്യും, T2 എക്സിക്യൂട്ട് ചെയ്യും, T1 T2 പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കറൻ്റ്ലി ഏതാണ് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ CPU ആണ് തീരുമാനിക്കുക, മാറി മാറി ചെയ്യുന്ന CPU ആണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതും, ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രെഡ് T1 ആണെങ്കിൽ ഈക്വൽ ടു T1 ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? താഴെ കൊടുത്തു. അതായത് ഇഫ് ത്രെഡ് ഡോട്ട് കറണ്ട് ത്രെഡ് എന്നുള്ളത് കറൻ്റ്ലി എക്സിക്യൂട്ടിംഗ് ത്രെഡിൻ്റെ ഒബ്ജക്റ്റ് നെയിം കിട്ടും, അത് T1 ആണെങ്കിൽ ഇത് കൊടുത്തു. അങ്ങനെ അല്ലെങ്കിൽ എന്തായിരിക്കും? അത് T2 ആയിരിക്കും, വേണ്ടി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾ ത്രെഡ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ചെക്ക് അഗെയിൻ. അതായത് 5 ത്രെഡ് ഉണ്ടെങ്കിൽ അഗെയിൻ വി ഹാവ് ടു ചെക്ക് വിച്ച് ത്രെഡ് ഈസ് റണ്ണിങ്, എൽസ് ത്രെഡ് ഡോട്ട് കറണ്ട് ത്രെഡ് ഈക്വൽ ടു T2 ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഹായ് എന്ന് കൊടുക്കും. അതായത് T1 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഹലോ എന്ന് വിളിക്കണം, T2 ആണെങ്കിൽ ഹായ് എന്ന് വിളിക്കണം. അപ്പോൾ ഇത്രയും മാത്രം കൊടുക്കുകയാണെങ്കിൽ T1 T2 സ്റ്റാർട്ട് ചെയ്തു, രണ്ടും മാറി എക്സിക്യൂട്ട് ചെയ്തു, ഒരു ഹലോയും ഹായും വരും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഔട്ട്പുട്ടിനകത്ത് യാതൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് നോക്കാം. വിൽ സി. So clear. Java C7.java errors വരും കാരണം we did not give Java C7.java. We have not handled exceptions. Okay, we have not called ചെയ്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതായത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതി ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, അങ്ങോട്ട് എന്ത് വേണം? We need to create object. So 7 s1 equal to new 7. ഇപ്പോഴാണ് എന്ത് സംഭവിക്കുകയുള്ളൂ? ഇപ്പോഴാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുള്ളൂ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുള്ളൂ, അപ്പോഴാണ് ത്രെഡ് ക്രിയേറ്റ് ആവുള്ളൂ, അപ്പോഴാണ് ത്രെഡ് സ്റ്റാർട്ട് ആവുള്ളൂ. ത്രെഡ് സ്റ്റാർട്ട് ആകുമ്പോഴാണ് റൺ കോൾ ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ സമയത്താണ് it will ask for doing something. Okay, throws exception കൊടുത്തിട്ടുണ്ടാകൊണ്ട് the exceptions are handled. Okay. Java 7 കണ്ടോ, ഹലോ ഹായ് തോന്നുന്നു. ഇത് നമുക്കൊന്നും മനസ്സിലായില്ല. എന്താണ്? അതായത് രണ്ട് ത്രെഡ് മാറി ചെയ്ത് ഔട്ട്പുട്ടും സംഭവിച്ച ഔട്ട്പുട്ട് ഹലോ ഹായ് എന്ന് വന്നു.
അത് T1ഉം T2ഉം സ്റ്റാർട്ട് ചെയ്തു. T1ന്റെ ബോഡിയായിട്ട് ഹലോ പ്രിന്റ് ചെയ്തു, T2ന്റെ ബോഡിയായിട്ട് ഹായ് പ്രിന്റ് ചെയ്തു. നമുക്കറിയാം സാധാരണ കേസിൽ ഒരു ഇഫിനകത്ത് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യാറുള്ളൂ. ഇതിനകത്ത് രണ്ടും വർക്ക് ചെയ്തു. കാരണം ഒരു സമയത്ത് ത്രെഡ് T1 ആയിരുന്നു, അതുകൊണ്ട് ഹലോ പ്രിന്റ് ചെയ്തു. വേറൊരു സമയത്ത് ത്രെഡ് T2 ആയിരുന്നു, അതുകൊണ്ട് ഹായ് പ്രിന്റ് ചെയ്തു. ക്ലിയർ? ഇനി ഒരു കാര്യം ചെയ്യുന്നു, ഞാനിവിടെ ഒരു ലൂപ്പ് കൊടുക്കുന്നു. For int k is equal to 0, k less than 100 ഗുണം കൊടുക്കാം. ഓക്കെ, k പ്ലസ് പ്ലസ്. ഇതിനകത്താണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇൻസൈഡ് ദി ഫോർ ലൂപ്പ് ഐ ഹാവ് ഗിവൺ എവരിതിങ്. അപ്പോൾ ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. എന്താ സംഭവിക്കുന്നുണ്ടാവുക? ആദ്യം k 0 ആവും. 0 ആയി കഴിഞ്ഞ സമയത്ത് കറന്റ് എക്സിക്യൂട്ടിംഗ് ത്രെഡ് T1 ആണെങ്കിൽ ഹലോ പ്രിന്റ് ചെയ്യും, T2 ആണെങ്കിൽ ഹായ് എന്ന് പ്രിന്റ് ചെയ്യാം. അതായത് നമുക്കറിയാം ഇത് ഒരു ടൈം സ്ലൈസ് കഴിയുമ്പോഴത്തേക്കും വേറെ ത്രെഡ് ആയിട്ട് മാറും. ഓക്കെ, ഒരു ടൈം സ്ലൈസ് കഴിയുമ്പോൾ ത്രെഡ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടെന്നാണ് സംടൈംസ് ഇറ്റ് കംസ് ഹലോ, സംടൈംസ് ഇറ്റ് ഷുഡ് കം ഹായ്. You will see. Okay, Java 7. അതായത് we have given 40. അപ്പോൾ ആ ഒരു ടൈം സ്ലൈസിനകത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ ഹലവും ഉണ്ട്. അതായത് ഇതാണ് ആ ഒരു ഫസ്റ്റ് ടൈം സ്ലൈസിനകത്ത് തന്നെ എല്ലാ ഹലവും പ്രിന്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമുക്കത് ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് മാറി മാറി വന്ന് കാണാൻ പറ്റിയില്ല. സോ വാട്ട് വിൽ ഡു, വിൽ ട്രൈ സംതിങ് എൽസ്. ദാറ്റ് ഈസ് വിൽ അസൈൻ ദിസ് thread T2 equal to okay, we'll give a different name also, T3. Then I will be assigning this T3 is equal to thread dot current thread. Okay, assigning naming the current thread to T3. Now I am making this thread sleep for some time. T3 dot sleep. Here we can give T3 equal to T1 because the currently executing thread's name is now T3. So if T3 equal to T1, then make it is for some time to sleep, else also sleep how many milliseconds, 1000 milliseconds. Then here also I am giving a sleeping of 1000 milliseconds. Okay. Now we will see what happens. Sometimes it will ask for handling exceptions. We will see what happens. Okay, we have to handle exceptions because the sleep may cause exception called interrupt exception. So I need to give a try catch here. Try. End of this I will give the catch. Try is over. Catch generalized one, exception E, system dot out dot print exception occurred.
just to show that an exception is occurred if it happens. Okay, exception. We'll see what happens now. Okay, Java C 7.java. Okay, I'm clearing screen. Then Java 7. Hi, hello, hi, hello, hi, hello. Okay, now we can see the difference. Okay, first time the thread is hi, second time the thread is hello. Okay, it is coming alternative. Why? For some time the time allocation is given to thread T1, and after that the time allocation is given to thread T2. That's why it is having this difference. Okay, now we can set the priority for threads. I can give more priority for this thread T1 using the method T1 dot set priority. I can give values from 0 to 7 there, or I can use the constants as thread dot max underscore priority. Okay, is max. Okay, so it's max priority. It means that the more time should be allotted to thread T1. Okay, we have three constants here: thread dot max priority, thread dot min priority, thread dot normal norm priority. We have three values which can be given inside this in the set priority method. Also, we can give thread T1 dot set priority, thread dot max priority -1. It means that we are setting the thread with 1 less than the max priority. You can also values like that: thread dot max priority -1. Okay. Okay, now we have given more priority for the thread T1. Okay. Then also we have no difference feeling. It's because of the sleep here. Okay, here also we cannot see the difference, but we have the priority setting by using this method. Okay, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ലോങ് പ്രോസസ് ആണെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ഒരു ആദ്യം പറയും, ഇപ്പോൾ ഒരു 2 ക്യൂ ഉണ്ട്. 2 ക്യൂവിനകത്ത് ഒരു ക്യൂ കുറച്ചധികം നേരം സെർവ് ചെയ്യുന്നു. ആ ഒരു ടൈമിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇൻ സം പ്രോഗ്രാംസ് വി ക്യാൻ ഹാവ് ദിസ് ഫീലിംഗ്. ഒരു ത്രെഡിന് അധികം നേരം പ്രയോറിറ്റി കൊടുക്കുന്നു, വേറൊരു ത്രെഡിന് സമയം കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ ആ ഒരു ഡിവിഷൻ ക്വാണ്ടം എന്നുള്ളത് ഇപ്പോൾ 2 ത്രെഡുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അധികം മാറ്റം മനസ്സിലാവാത്തത്. ഒരു 10 ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിന് മാക്സിമം ഒന്നിന് മിനിമം കൊടുക്കുകയാണെങ്കിൽ ഈ മാക്സിമം ത്രെഡിൻ്റെ എക്സിക്യൂഷൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും മിനിമത്തിലേക്കും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എനിവേ set priority, this is the method for setting the priority. Okay, so I have demonstrated the use of this thread.
ഇതുപോലൊരു പ്രോഗ്രാം പഠിച്ചു വയ്ക്കുക. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, you can write in the നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതുപോലെ നമുക്കത് പരീക്ഷയ്ക്ക് വന്നിട്ട് എഴുതാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, സോ ഹോപ്പ് ദാറ്റ് ത്രെഡ് ഈസ് നൗ ഫെമിലിയർ ടു യു. ത്രെഡ് എന്നുള്ളത് പാർട്ട് ഓഫ് പ്രോഗ്രാം ആൻഡ് എക്സിക്യൂഷൻ ആണ്, മൾട്ടി ത്രെഡിങ് ആണ്, മൾട്ടി ടാസ്കിങ് ആണ്. ജാവ സപ്പോർട്ട്സ് മൾട്ടി ടാസ്കിങ്. ഒരു കാര്യമുള്ളത്, ഇതിനകത്തിപ്പോൾ വി ഹാവ് യൂസ്ഡ് ത്രെഡ് ക്ലാസ്, എക്സ്റ്റൻസ് ത്രെഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെയിം തിങ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഇന്റർഫേസ് കോൾഡ് റണ്ണബിൾ. അതായത് ഇതിന് പകരം ഈ ത്രെഡ് ക്ലാസിന്റെ സെയിം ഫങ്ഷനാലിറ്റി ഉള്ള ഒരു ഇന്റർഫേസ് ഉണ്ട് കോൾഡ് റണ്ണബിൾ ഇന്റർഫേസ്. അതിന്റെ ആവശ്യം എന്നുള്ളത് നമുക്കറിയാം, ജാവ ഡസ് നോട്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡയറക്ട്ലി യൂസിങ് ക്ലാസസ്. ഇതിനകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഇഫ് ദി പ്രോഗ്രാം വാസ് എ ആപ്ലെറ്റ് പ്രോഗ്രാം, ഞാൻ ഇങ്ങനെ കൊടുക്കും. അതായത് ആപ്ലെറ്റ് പ്രോഗ്രാംസ് വിൽ ബി റൈറ്റിംഗ് ലൈക്ക് ദിസ്, ക്ലാസ് 7 എക്സ്റ്റെൻസ് ആപ്ലെറ്റ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വീണ്ടും ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ ഐ കനോട്ട് ഗീവ് കോമ ത്രെഡ്. എന്താ കാരണം? ജാവ ഡസ് നോട്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡയറക്ട്ലി യൂസിങ് ക്ലാസസ്. അപ്പോൾ എനിക്ക് ആപ്ലെറ്റ് ഉപയോഗിക്കുന്ന പ്രോഗ്രാംസിനകത്ത് ത്രെഡ് കൂടെ വേണമെങ്കിൽ എന്ത് പറ്റില്ല, വി കനോട്ട് എക്സ്റ്റെൻഡ് ഇറ്റ് ഫ്രം 2 ക്ലാസസ്. അതിനുവേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം, വി ക്യാൻ യൂസ് ദ ഇന്റർഫേസ് കോൾഡ് implements runnable. So runnable is a same functionality interface. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ കൊടുക്കാം, അതായത് ക്ലാസ് 7 implements runnable കൊടുക്കാം. അപ്പോഴും എന്താണ്, ഇറ്റ് വർക്ക്സ്. അതായത് ത്രെഡിനകത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് റണ്ണബിളിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. ത്രെഡ് ഈസ് എ ക്ലാസ്, റണ്ണബിൾ ഈസ് ആൻ ഇന്റർഫേസ്. അതാ ഡിഫറൻസ് ഉള്ളൂ. ഇതിന്റെ ആവശ്യം ഞാൻ പറഞ്ഞു, ഒരു ക്ലാസും ഒരു ഇന്റർഫേസും തരേണ്ട ആവശ്യം എന്താണ്? ഓൾറെഡി ഈ പ്രോഗ്രാം ഒരു ക്ലാസ്സിനകത്ത് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ നമുക്ക് വീണ്ടും അതിനകത്ത് ത്രെഡ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ത്രെഡ് ക്ലാസ്സിനകത്ത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ജാവ ഡസ് നോട്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസിങ് ക്ലാസസ്. അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ? അപ്പോൾ നമുക്ക് റണ്ണബിൾ എന്ന ഇന്റർഫേസ് ഉപയോഗിക്കാം. അപ്പോൾ ക്ലാസ് 7 എക്സ്റ്റെൻസ് വേറൊരു ക്ലാസ് applet implements runnable. This means that my class 7 is derived from 2 entities. One is applet class and the other is runnable interface. മനസ്സിലാക്കാണോ ഐഡിയ? So runnable is an interface which is having the same functionality of the class thread. Okay. So hope that thread is now clear to you. Thank you.